വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 9:34 വാർത്തകൾ വികാസം പ്രാപിക്കുന്ന മണിക്കൂറുകളിൽ കടക്കാൻ നമ്മുടെ ജെയിംസ് സാർ തുടരുന്നു. ജെയിംസ് സാർ, ഈ ഇറാൻ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ജെയിംസ് സാർ പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ വാക്കും പഴയ ജാക്കും ഒക്കെ ആയത് കാരണം ഏത് വിശ്വസിക്കാം, ഏത് തള്ളണം കൊള്ളണം എന്നൊരു പിടുത്തവും. എന്താണ് ആ അവകാശവുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രതികരണം ജെയിംസ് സാർ? ഹാഷ്മി, ഇറാൻ തുറമുഖങ്ങളിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ നാവിക ഉപരോധമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേട്ടാൽ അമ്പരക്കുന്ന രീതിയിൽ 10,000-ലേറെ നാവിക സൈനികരാണ് അമേരിക്കയുടെ അവിടെ അണിനിരന്നിട്ടുള്ളത്. 12-ലേറെ യുദ്ധ കപ്പലുകൾ, അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അവിടെ റോന്തു ചുറ്റുന്നു. അതിൽ USS അബ്രഹാം ലിങ്കൻ എന്ന 65 വിമാനങ്ങളുള്ള വിമാനവാഹിനി കപ്പലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മറ്റ് യുദ്ധവിമാനങ്ങൾ, 100-ലേറെ യുദ്ധവിമാനങ്ങൾ ഉണ്ട്. അപ്പം ഇത്രയും വലിയ സൈന്യവുമായിട്ടാണ് ഇറാന്റെ തുറമുഖങ്ങളൊക്കെ ഉപരോധിച്ചിരിക്കുന്നത്. 14 കപ്പലുകളാണ് ഇതിനെ ഭേദിച്ച് കടക്കാൻ പോയത്. 14 കപ്പലുകളും തടഞ്ഞെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ശരിക്കും ഹോർമൂസ് കടലിടുക്കിന് അടുത്ത് ഇറാനിയൻ തുറമുഖങ്ങളിൽ ചബഹാർ തുറമുഖമുണ്ട്. അവിടെ ചബഹാർ തുറമുഖം ഇന്ത്യ ആയിരക്കണക്കിന് കോടി നൽകി നിർമ്മിച്ചതാണ്. പ്രത്യേകിച്ച് നമുക്ക് മധ്യ ഏഷ്യയിലേക്കും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും കടക്കാനുള്ള ഏറ്റവും വലിയ വാതായനമാണ്. അതടക്കം ഉപരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചൊല്ലി അതിനിടയിലാണ് ട്രംപ് ഈ സമാധാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും വെടിപൊട്ടാവുന്ന അവസ്ഥയുണ്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. നേരത്തെ നമ്മൾ വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞു ലെബനോനിലെ. അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്ന ഇറാനും UAE-യും ഖത്തറും കുവൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. വടക്കൻ ഇസ്രായേലിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഈ ലെബനോനിൽ കയറി ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് ഒരു തരത്തിൽ അവർക്ക് ഇഷ്ടമായില്ല. അവർക്ക് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള 60 തവണ ആക്രമണം നടത്തി അവിടെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് വടക്കൻ ഇസ്രായേലിലെ ഭരണകൂടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രാദേശിക ഭരണകൂടങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഇടയിലാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ചൈന രംഗത്തിറങ്ങിയിട്ടുണ്ട്, റഷ്യയുണ്ട്, മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ ഇപ്പോൾ വെടിനിർത്തലിന് സംബന്ധിച്ച് തന്നെ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്, അത് ലെബനോനിൽ. പക്ഷെ ഇറാന്റെ കാര്യത്തിൽ ഇനിയും ആക്രമിക്കാനുണ്ട്, ഇനിയും സൈറ്റുകൾ തകർക്കാനുണ്ട് എന്ന വാദത്തിൽ നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അതെങ്ങാൻ സംഭവിച്ചാൽ തന്റെ കസേര നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ട്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.